ഒരിക്കലും തന്നെ കളവിൽ യോജിക്കാൻ സാധ്യതയില്ല എന്ന് പറയുമ്പോൾ ആ സനദിലാണെങ്കിൽ വലിയ വിമർശനങ്ങൾക്ക് വിധേയമായ റിപ്പോർട്ടർമാരില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് അൽ ഹദീസ് ആണെങ്കിൽ പോലും യുഖവ്വി ബഅ്ദുഹു ബഅ്ദാ, അത് ചിലതിനെ ശക്തിപ്പെടുത്തുമെന്ന് പറയാറുള്ളത്. ഇത് ഒരേ കഥ, ഒരേ ഹിക്കായത്ത് ഓരോ കിതാബിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അതൊരിക്കലും തന്നെ സഹിയാവുകയില്ല. അതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാണ് അതുകൊണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളാണ് എന്ന് വരികയില്ല. ആ കഥ സഹിയാണെങ്കിൽ പോലും അതിൽ ശിർക്കില്ല. പക്ഷെ അത് സഹിയായ കഥയല്ല, വെറും ഒരു ഹിക്കായത്ത് മാത്രമാകുന്നു. ഒരു അറാബി ചെയ്തത് ദീനിൽ തെളിവുമാവുകയില്ല. റസൂലല്ലാത്ത ആർക്കും പിഴവുകൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സക്കരിയ സ്വലാഹി ഇവിടെ വിശദീകരിച്ചത്. തള്ളേണ്ടതും കൊള്ളേണ്ടതുമുണ്ടാകും. വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ പരിശോധിച്ച് സ്ഫുടം ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹത്തിന്റെ ഈ മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത ആൾക്ക് ചോദിക്കാവുന്ന. അസ്സലാമു അലൈക്കും. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു പള്ളിയിൽ, സലഫി പള്ളിയിൽ ജുമയ്ക്ക് പോയി. ആ ജുമയുടെ ഖുതുബയിൽ ഞാൻ കേട്ടത് ആദ്യമായി മൗലിദിനെ പറ്റിയും പിന്നെ കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മുടിയെ പറ്റിയൊക്കെ വിവരിച്ചു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, കൈ ഉയർത്തി പ്രാർത്ഥിച്ചാൽ അവൻ കാഫിറാണ്. കൈ ഉയർത്തി, എന്റെ ഈ കുത്തുബ തീരുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രാർത്ഥനയുണ്ടാവും. ആ പ്രാർത്ഥനയ്ക്ക് നമ്മളെ ഈ കൗമുകൾ തന്നെ കൈ താനെ ഉയർന്നു പോകും. അത് തികച്ചും തെറ്റാണ്. ഈ കൈ ഉയർത്തി പ്രാർത്ഥിച്ചാൽ അത് തികച്ചും കാഫിറിലേക്കും തെറ്റിലേക്കും പേച്ചു പോകുമെന്ന് ഒരു മൗലവി പറഞ്ഞു കുത്തുബയിൽ. ഈ കുത്തുബയുടെ നിർവ്വഹണം ഒന്ന് വിവരിച്ചു തന്നാൽ തരക്കടില്ലായിരുന്നു. സലഫി പള്ളിയിൽ നിങ്ങൾ ഖുതുബക്ക് പോയി. ഖുതുബക്ക് അവസാനം ഇമാമ് പ്രാർത്ഥിക്കും. അപ്പൊ മഅ്മൂമിങ്ങൾ കൈയുയർത്തേണ്ടതില്ല എന്ന് ഇമാമ് പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് കാഫിറാവുന്നൊന്നും ഏതായാലും പറഞ്ഞിട്ടുണ്ടാവില്ല, ആരും പറയില്ല. അത് മഅ്മൂമിങ്ങൾ ഇമാമ് ഖുതുബക്ക് ശേഷം അവസാനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ മഅ്മൂമിങ്ങൾ കൈയുയർത്തി ആമീൻ പറയേണ്ടതില്ല. പ്രാർത്ഥനയിൽ കൈയുയർത്തൽ ഒരു അദബാണ്. ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലാണ്. ദുആക്ക് ഉത്തരം കിട്ടണമെങ്കിൽ കൈയുയർത്തുന്നത് നല്ലതാണ്. പക്ഷെ അത് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം 10 വർഷത്തോളം ഖുതുബ നടത്തിയിട്ട് അവിടുന്ന് ഖുതുബയിൽ കൈയുയർത്തുകയോ അല്ലെങ്കിൽ കേട്ടിരിക്കുന്ന സഹാബികൾ ചുമ്മാ കൈയുയർത്തുകയോ ചെയ്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അവിടെ കൈയുയർത്തേണ്ടതില്ല എന്നേ അതിനർത്ഥമുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥനയിൽ കൈയുയർത്തണ്ട എന്നില്ല. ഇനി അങ്ങനെ ഉയർത്തിപ്പോയാൽ കാഫിറാകുന്ന ആരോട്ട് പറയില്ല. അത് സഹോദരൻ തെറ്റിദ്ധരിച്ചതായിരിക്കും എന്നാണ് പറയാനുള്ളത്. വേറെ എന്തെങ്കിലും ഉപചോദ്യം ചോദിക്കാണ്ടോ? വേഗം ചോദിച്ചോളി, സമയം കുറവാണ്. ഉപചോദ്യത്തിൽ ചോദിക്കുന്നേ, അവസാനം ആ കുത്തുബയിൽ എന്റെ ഈ കൗമികളെ കൈ തന്നെ പൊങ്ങിപ്പോവും. അപ്പം ഈ കൗമികളെ കൈ പൊങ്ങിപ്പോകുന്നത് തന്നെ തെറ്റാണ് എന്ന് പറഞ്ഞാൽ, അപ്പം മൗലവി പറയുന്നത് അത് നല്ലൊരു ഉത്തരം കിട്ടുന്ന കാര്യമാണ് കൈ പൊന്തിച്ചാൽ. ഈ മൗലവി പറയുന്നത് അത് തെറ്റാണ്. ഏത് വിശ്വസിക്കും? ഞാൻ പറഞ്ഞല്ലോ, കൈ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നത് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ നല്ലതാണ്. പക്ഷേ ഖുത്ബയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദുആ ചെയ്യുകയും സഹാബത്ത് കൈയുയർത്തി പ്രാർത്ഥിക്കുകയും ചെയ്ത് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ആ സ്ഥലത്ത് കൈയുയർത്തേണ്ടതില്ല. അതാണ് ഇമാമ് പറഞ്ഞത്. പിന്നെ കൈ ഉയർന്നു പോകുന്നത് ജനങ്ങൾക്ക് അങ്ങനെ ചിലപ്പോൾ ശീലം ഉണ്ടാവും. ഏത് ദുആ വെക്കുമ്പോഴും കൈയുയർത്തലും ആമീൻ പറയലും ഉണ്ടാവും. അത് വേണ്ടതില്ല എന്ന് ഖത്തീബ് ഓർമ്മപ്പെടുത്തിയതാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ബാങ്ക് വളരെ നല്ലതാണല്ലോ. എന്നാ പെരുന്നാളിന് നമ്മൾ ബാങ്ക് വിളിക്കലുണ്ടോ? ഇല്ല. എന്താ? ബാങ്ക് അല്ലേ നല്ലതല്ലേ? ബാങ്ക് നല്ല ദിക്റാണെന്ന് നിങ്ങൾ പറയുന്നു, പെരുന്നാളിന് നിങ്ങൾ ബാങ്ക് വിളിക്കാൻ പാടില്ലെന്നും പറയുന്നു. ഇതെന്തൊരു വൈരുദ്ധ്യമാണ് എന്ന് ചോദിക്കൂലേ? അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് വിളിച്ചിട്ടില്ല. മയ്യിത്ത് നിസ്കാരം അതിന് ബാങ്ക് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ജനാസ നിസ്കാരം അതിന് ബാങ്ക് ഇഖാമത്തുണ്ടോ? ഇല്ല. ഗ്രഹണ നിസ്കാരം അതിന് ബാങ്ക് ഇഖാമത്തുണ്ടോ? ഇല്ല. ബാങ്കല്ലേ നല്ലതല്ലേ, നിസ്കാരല്ലേ? ളുഹുറിനൊക്കെ ബാങ്ക് ഉണ്ടെങ്കിൽ എന്താ ഇപ്പൊ ഇതിന് ബാങ്ക് കൊടുത്താല്? അവിടെ ബാങ്ക് വേണം നിങ്ങൾ പറയുന്നു, ഇവിടെ ബാങ്ക് വേണ്ടെന്ന് നിങ്ങൾ പറയുന്നു. ഇബാദത്തുകളുടെ കാര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കാണിച്ചു തന്നോ അതാണ് നാം പിന്തുടരേണ്ടത്. മനസ്സിലായില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ ജുമഅക്ക് ശേഷം ഇമാമ് പ്രാർത്ഥിക്കുമ്പോ സുന്നി പള്ളിയിൽ എല്ലാവരും കൈയുയർത്തലുണ്ടോ? ഓണറിൽ തന്നെ ഇഖാമത്ത് കേൾക്കുമ്പോഴാ പല ആളും അല്ലേ? ആരാ കൈയുയർത്തല്? അപ്പൊ അങ്ങനെ വലിയ സുന്നത്തായിട്ട് ആരും ഇത് കൊണ്ടുനടക്കുന്നില്ല. അത് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 കൊല്ലം ജുമഅ നടത്തിയിട്ടുണ്ട്. ആ ജുമഅയിൽ നബി എന്തൊക്കെ പഠിപ്പിച്ചോ അതാണ് നമ്മുടെ സുന്നത്ത്.
അവിടെ നബി നടത്താത്തത് നമ്മളെ വക പുതിയായിട്ട് കൂട്ടാൻ പറ്റൂല. ഇബാദത്തുകളെ കാര്യത്തിൽ അസ്ല് പാടില്ല എന്നുള്ളതാണ്. ഇല്ലാമാ വറദ, ഹദീസിൽ വന്നതൊഴികെ. അപ്പൊ നബി സല്ലല്ലാഹു അങ്ങനെ ചെയ്തിട്ടുണ്ടോ? നമുക്ക് ചെയ്യാം. അതാണ് ഒരു വിശ്വാസി ചെയ്യുന്ന ഏതൊരു കർമ്മത്തിലും അവൻ പരിഗണിക്കുന്നത് അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. അടുത്ത ചോദ്യം. എന്റെ ചോദ്യം ഇസ്തിഗാസയെ സംബന്ധിച്ചാണ്. പേര് പറയോ, സ്ഥലം പറയൂ. അമീൻ, തിരൂര്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിൽ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായം ചോദിക്കുന്നത് ശിർക്കാണ്, ബഹുദൈവാരാധനയാണ് എന്ന് കുഞ്ഞീദ് മദനി എഴുതിയ പുസ്തകത്തിലുണ്ട്. ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, ജീവിച്ചിരിക്കുന്ന ആളുകളോടും മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ചോദിക്കൽ ശിർക്കാണെന്നാണ് ഈ പുസ്തകത്തിൽ ഞങ്ങൾ കാണുന്നത്. ഖുർആനിൽ മൂസാ നബി അലൈഹിസ്സലാമിനോട് പിന്നെ അഭൗതികമായ മാർഗത്തിൽ അനുയായികൾക്ക് വെള്ളം കിട്ടാതെയായപ്പോൾ അഭൗതികമായ മാർഗത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിനോട് സഹായം ചോദിച്ചു. മൂസാ നബി അലൈഹിസ്സലാം അഭൗതികമായ മാർഗത്തിലൂടെ തന്നെ അവരെ സഹായിക്കുകയും ചെയ്തു. അപ്പോൾ ഈ പുസ്തകത്തിൽ എഴുതിയത് പ്രകാരം മൂസാ നബി അലൈഹിസ്സലാം ഈ മറുപടി കൊടുത്തത് ശിർക്കാണ് എന്നാണോ? അല്ല. മനസ്സിലായി. നമ്മുടെ സഹോദരൻ കാര്യങ്ങൾ ശ്രദ്ധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിൽ ബഹുമാനപ്പെട്ട കുഞ്ഞീദ് മദനി റഹിമഹുല്ല ഈ വേങ്ങര പ്രദേശത്ത് ഈ പ്രസ്ഥാനം വളർത്തിയെടുക്കുന്നതിൽ ഒരു ജീവിതം ഒഴിഞ്ഞു വെച്ച മഹാമനുഷ്യനായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് വളരെ ശരിയാണ്. പക്ഷെ സഹോദരന്റെ സംശയം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അദ്ദേഹത്തിന്റെ അനുയായികൾ വന്നിട്ട് മനുഷ്യ കഴിവിന് അതീതമായ കാര്യം ചോദിച്ചു എന്നാണ്. യഥാർത്ഥത്തിൽ ചോദിച്ചിട്ടില്ല. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. സൂറത്ത് അഅറാഫിലെ 160-ാമത്തെ ആയത്താണ്. വൗഹൈനാ ഇലാ മൂസാ ഇദിസ്തസ്ഖാഹു ഖൗമുഹു അനിദ്രിബ് അസാകൽ ഹജർ ഫംബജസത് മിൻഹു 12 ഐനാ. വൗഹൈനാ ഇലാ മൂസാ, മൂസക്ക് നാം വഹ്യ് നൽകി. ഇദിസ്തസ്ഖാഹു ഖൗമുഹു, അദ്ദേഹത്തിന്റെ ജനത അദ്ദേഹത്തോട് മഴയെ തേടണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ എന്താണ് കൊടുത്തത് വഹ്യ്? അനിദ്രിബ് അസാകൽ ഹജർ, നിങ്ങളുടെ ആ വടി കൊണ്ട് ആ പാറയിൽ അടിക്കുക. ഫംബജസത് മിൻഹു 12 ഐനാ, അപ്പോൾ അതിൽ നിന്നും 12 നീരുറവകൾ പൊട്ടി ഒഴുകി എന്നാണ്. അപ്പോ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ്. ആ തന്റെ ജനത അദ്ദേഹത്തോട് വെള്ളം ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ തന്നെയാണ്. അത് തഫ്സീറുകളിലൊക്കെ വളരെ വ്യക്തമായി തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അവിടെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക എന്നുള്ളത് മനുഷ്യ കഴിവിന് അതീതമായ കാര്യമല്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കെ ഒരാൾ വരുന്നു, നബിയേ ഇതാ വരൾച്ച കൊണ്ട് കഷ്ടപ്പെടുന്നു, അവിടുന്ന് ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അപ്പോ മഴ പെയ്തു. അടുത്ത ആഴ്ച വന്നിട്ട് പറയുന്നു, നബിയേ മഴ കൊണ്ട് ആകപ്പാടെ ബുദ്ധിമുട്ടി, അതുകൊണ്ട് അവിടുന്ന് ഒന്ന് ദുആ ചെയ്യണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴ നിൽക്കാൻ വേണ്ടി ദുആ ചെയ്തു. അപ്പോൾ മഴ നിൽക്കുകയും ചെയ്തു. ഇത് ഇവിടെ കേരളത്തില് സുന്നികൾ തന്നെ ഇറക്കിയിട്ടുള്ള പരിഭാഷകളിൽ പോലും വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വെള്ളം ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബി ആവശ്യപ്പെട്ടതുപോലെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. തന്റെ ജനത വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ താങ്കളുടെ വടി കൊണ്ട് കല്ലിനെ അടിക്കുക എന്ന് മൂസാ നബിക്ക് നാം സന്ദേശം നൽകി. അപ്പോൾ അദ്ദേഹം അടിച്ചു. അങ്ങനെ അതിൽ നിന്ന് 12 ഉറവകൾ പൊട്ടിയൊലിച്ചു. KV കൂറ്റനാട് കണ്ടോ. എന്നിട്ട് വ്യാഖ്യാനത്തിൽ പറയാണ്, മരുഭൂമിയിൽ 40 കൊല്ലം അവർ കഴിഞ്ഞുകൂടിയ സംഭവം മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ടല്ലോ. അൽ-മാഇദ 26-ാം സൂക്തം നോക്കുക. അവിടെ വെച്ച് ഒരിക്കൽ ദാഹിച്ച സമയം തങ്ങൾക്ക് കുടിക്കാൻ വെള്ളം വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അപ്പോൾ അള്ളാഹു നിർദ്ദേശിച്ച പ്രകാരം മൂസാ നബി കല്ലിന്മേലടിച്ച സമയം 12 ഉറവുകൾ ഒലിച്ചു. ഇത് വ്യക്തമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ആവശ്യപ്പെട്ടതുപോലെ